നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഉണ്ട്. അത് രണ്ട് കാര്യങ്ങളായിട്ട് കാണണം. ഒന്നൊരു പോസിറ്റീവും ഒന്നൊരു നെഗറ്റീവും. പോസിറ്റീവായ കാര്യം എന്തെന്ന് വെച്ചാൽ 1949 മുതൽ ഹിന്ദുക്കൾക്കിടയിലുള്ള ഈഴവ നായർ ഐക്യത്തെക്കുറിച്ച് പറയുകയും അന്ന് കൊല്ലത്ത് വെച്ച് 1949 ഹിന്ദു മണ്ഡലം എന്ന പേരിൽ ഒരു യോഗം തന്നെ നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രി ആർ ശങ്കറും, അതായത് കോൺഗ്രസിന്റെ നേതാവും SNDPയുടെ നേതാവുമായ ആർ ശങ്കറും NSSന്റെ ആചാര്യനായിരുന്ന തുടങ്ങിയ മന്നത്ത് പത്മനാഭൻ അവർകളും തമ്മിലുള്ള ഒരു സംഗമത്തിന്റെ ഭാഗമായി കൊല്ലത്ത് വെച്ച് നടന്ന അതിമനോഹരമായ ഒരു ഹിന്ദുമണ്ഡല യോഗം നടന്നു. എന്നാൽ ആ യോഗം അടിച്ചു പിരിഞ്ഞില്ല. യോഗത്തെ കഴിഞ്ഞ് പിന്നെ അവർ അടിച്ചു പിരിഞ്ഞു എന്നാണ് അറിയുന്നത്. അടിച്ചു പിരിഞ്ഞു എന്നല്ല, രണ്ടും രണ്ട് വഴിക്ക് പോയി. ആ സമയത്ത് രണ്ടുപേരും ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു. ഒരാൾ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും മറ്റേ അദ്ദേഹം മെമ്പറുമായിട്ട് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു തിരുവിതാംകൂർ. എന്നിട്ടും അതിനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നിട്ട് കഴിഞ്ഞ 10, 40, 50 വർഷമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വാക്കാണ് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിലെ വളരെ താഴ്ന്ന വിഭാഗത്തിൽ വന്ന ജാതിപരമായി താഴ്ന്നു നിൽക്കുന്നവർ എന്ന് കരുതുന്നവർ, ഞാൻ അങ്ങനെ ജാതി മതം എന്ന് പറയുന്ന ആളല്ല, കരുതുന്നവർ മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നവരെന്ന് സമൂഹം ഇപ്പൊ കരുതിയൊക്കെ വെച്ചിരിക്കുന്ന ആളുകൾ വരെയുള്ളവരുടെ ഒരു ഐക്യമാണ് വേണ്ടതെന്ന് പറഞ്ഞ് എപ്പോഴും പറയാം. പക്ഷെ ഇതിനെ ആര് മുഖവിലേക്ക് എടുത്തില്ല? നമ്മുടെ NSS മുഖവിലേക്ക് എടുത്തില്ല. ഒരു കാലത്തും എടുത്തില്ല. പണിക്കരുടെ കാലത്തും എടുത്തില്ല, സുകുമാരൻ നായരും എടുത്തില്ല, ആരും എടുത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുതിയൊരു വിഷയമായി ഇതിന് നമ്മുടെ മുസ്ലിം SNDP വിവാദം വരികയും അത് കൊടുമ്പിരി കൊള്ളുകയും ചെയ്തപ്പോൾ ഒരുപാട് വർത്തമാനമൊക്കെ ആയി. അവസാനം അത് മുഖ്യമന്ത്രി ഏറ്റെടുത്തു. CPM അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന വളരെ കൃത്യമായി ഒരു ഹിന്ദു വർഗീയതയെ പുകഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ വെള്ളവും മണ്ണും വളവും ഒക്കെ കൊടുത്തുകൊണ്ട് അതിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിന് വെള്ളാപ്പള്ളിക്ക് എല്ലാവിധ സഹായവും കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. കാറിൽ കയറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇതിനെ അതിശക്തമായി എതിർക്കുന്ന ഒരു സമീപനമാണ് PD സതീശൻ ചെയ്തത്. അപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, നായാടി മുതൽ നമ്പൂതിരി വരെ പോരാ, നായാടി മുതൽ നസ്രാണി വരെ വേണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ മാത്രം ഒറ്റ തിരിച്ച് നിർത്തണം, ബാക്കി എല്ലാവരും ഒന്നിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വയ്ക്കുകയും ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പത്രക്കാരിങ്ങനെ ചോദിച്ച് നടന്ന് വെള്ളാപ്പള്ളിയെ ചൂടാക്കി, അതോടെ തന്നെ സതീശനെയും ചൂടാക്കി അവസാനം സതീശൻ വളരെ കർക്കശമായ നിലപാടെടുക്കാൻ തുടങ്ങി. സതീശൻ പറഞ്ഞു, ഞാൻ 5 പ്രാവശ്യം അദ്ദേഹത്തോടെ ജയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും സതീശനെ തോൽപ്പിക്കാൻ ശക്തമായ രീതിയിലുള്ള പല പരിപാടികളും നടന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി നടക്കുന്നുണ്ട്. എന്നിട്ട് സതീശൻ അവിടെ ജയിച്ചു. പക്ഷെ പ്രശ്നം അവിടെ അതല്ല. സതീശൻ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയ ഒരു നിലപാട് പറയുകയാണ്. ഒരു കാരണവശാലും വർഗീയതയോട് കോംപ്രമൈസ് ഇല്ല. അപ്പോഴും ഒരു ചോദ്യമുണ്ട്. സതീശൻ സമസ്തയുടെ പരിപാടിക്ക് പോകുന്നു, സിനഡിന്റെ പരിപാടിക്ക് പോകുന്നു, ശിവഗിരിയിൽ പോകുന്നു, NSS വിളിച്ചാൽ അവിടെയും പോകും. സതീശൻ പരിപാടികൾക്ക് പോകുന്നു, അവർ വിളിക്കുന്നു, പോകുന്നു, സതീശന്റെ അഭിപ്രായം പറഞ്ഞിട്ട് വരുന്നു എന്നുള്ളതല്ലാതെ വിളിക്കുന്നിടത്ത് പോയി ഒപ്പിച്ച് പറയുന്നില്ലല്ലോ. ഇപ്പൊ സംസ്ഥയുടെ അവിടെ ചെന്നിട്ട് സംസ്ഥയ്ക്ക് വർഗീയതക്കെതിരെയല്ലേ സംസാരിച്ചിട്ട് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സതീശന്റെ ഈ നിലപാട് കടുകട്ടി നിലപാടാണ്. പക്ഷേ ഇതിൽ അപകടത്തിൽപ്പെടാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാലത്തിന്റെ ഒരു കെണി. കാരണം പണ്ട് കാലത്ത് കത്തോലിക്കക്കാരെ സഭയെ ശക്തമായി വിമർശിച്ചിട്ട് കൊണ്ട് തന്നെ AK ആന്റണിയും KSUവും യൂത്ത് കോൺഗ്രസ് ഒക്കെ ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. MA ജോൺ എന്ന് പറയുന്ന പഴയകാല കോൺഗ്രസിന്റെ വലിയ നേതാവ്, അദ്ദേഹം ഒരുപക്ഷെ KPC പ്രസിഡന്റും AICC പ്രസിഡന്റും ഒക്കെ ആകാൻ മാത്രം യോഗ്യതയുള്ള MA ജോൺ ആണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയൊക്കെ കരുപിടിപ്പിച്ചെടുപ്പിക്കുന്ന ശക്തനായ വക്താവും നേതാവും ആദർശശാലിയായിരുന്നു MA ജോൺ. ആ MA ജോൺ ഈ കുട്ടികളെയും യുവാക്കളെയൊക്കെ പഠിപ്പിച്ചിരുന്നു, മതസംഘടനകളുമായി കോംപ്രമൈസ് ചെയ്യരുത്, അവരുടെ കീഴിൽ പോയി അടിമകളെ പോലെ നിൽക്കരുത് രാഷ്ട്രീയത്തിൽ. അങ്ങനെ മതസംഘടനകളും അല്ലെങ്കിൽ ജാതി സംഘടനകളുമായി ഒരു സ്വരച്ചേർച്ചയില്ലായ്മ വന്നാൽ സ്വതന്ത്രമായ നിലപാടാണ് എടുക്കേണ്ടത്. അവരുമായി സംഗമത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു ആ കാഴ്ചപ്പാടുകൾ വളർന്നു വന്നവരായിരുന്നു AK ആന്റണി സംഘവും ഒക്കെ. അവരൊരു സമകാലികരൊക്കെ ആയിട്ട് വന്നവരാണ്. അപ്പൊ അങ്ങനെ വന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടാണ് അന്ന് കത്തോലിക്ക സഭയൊക്കെ എതിർക്കുകയും പല തരത്തിൽ കോൺഗ്രസ് അതിന് വലിയ രീതിയിൽ കോൺഗ്രസ് അങ്ങനെ പ്രവർത്തിച്ചെങ്കിലും കോൺഗ്രസിന് അനുകൂലമായി. ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ അപകടം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ക്രിസ്ത്യാനികളും ഈ നസ്രാണിയൊന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല, ഹിന്ദു ഈഴവായിക്കോ എന്നൊക്കെ പറഞ്ഞാൽ അവർ 4 ദിവസത്തിനകത്ത് തല്ലിപ്പിരിയും. ഈ പോയി സംസാരിച്ച് എന്തെങ്കിലും സംവരണ കാര്യമൊക്കെ പറഞ്ഞാൽ അവർ അടിച്ചുപിരിയും. സംഭവിക്കാൻ പോണത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഡോമിനേഷൻ നന്നായി UDFന് കിട്ടുകയും, ഹിന്ദു എപ്പോഴും മതേതരവാദിയാണല്ലോ, ഹിന്ദു മതേതരവാദിയായാൽ അതിന്റെ ഗുണം കിട്ടുക കോൺഗ്രസിനാണ്. ഇനി ഹിന്ദു കയറി
മതവാദിയായാൽ ഈ പറയുന്ന പോലെ ഇത് രണ്ടും കൂടെ കണ്ടാൽ BJP അടിച്ചുകൊണ്ട് പോകും കുറെ വോട്ട്. അപ്പോഴും CPM ഈ വച്ചിരിക്കുന്ന കടിയിൽ CPM തന്നെ വീഴും. എന്നാലും നിൽക്കക്കള്ളിയില്ലാതെ മറ്റൊരു സാധ്യതയില്ലല്ലോ. എല്ലാ സാധ്യതകളും അടയുമ്പോൾ രാഷ്ട്രീയത്തിൽ സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം. ഒരു സാധ്യത അടയുമ്പോൾ ഏണിയും പാമ്പും കളിക്കുന്ന പോലെയാണ്, കോണിയും പാമ്പും കളിക്കുമ്പോഴാണ്. ഒരു സാധ്യത അടയുമ്പോൾ അടുത്ത 100ലേക്ക് കയറാൻ വേണ്ടി അടുത്ത സാധ്യത നോക്കും. അപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലവും പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പൗരത്വത്തിന്റെ പേരിൽ മോദി വർഗീയത കാണെന്ന് പറഞ്ഞ് മോദി വിരുദ്ധത, ഹൈന്ദവ വിരുദ്ധത പരമാവധി മുസ്ലിങ്ങൾ കുത്തിവെക്കുകയും അവരുടെ മുതലക്കുളത്തെയും മലപ്പുറത്തെയും എല്ലാ സമ്മേളനങ്ങളിൽ പോവുകയും കഴിയുന്നത്ര പോസ്റ്റുകളിൽ കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളിൽ കഴിയുന്നത്ര പോസ്റ്റുകളിൽ PSC ചെയർമാൻ ആവട്ടെ, വിദ്യാഭ്യാസ വകുപ്പിൽ എല്ലാ പൊസിഷനും മുസ്ലിങ്ങൾ കൊടുത്തു. ഒരുപാട് തരത്തിൽ മുസ്ലിങ്ങളെ പ്രൊമോട്ട് ചെയ്തു. പലർക്കും IAS കൊടുത്തു, പല രൂപത്തിൽ IPS കൊടുത്തു. അങ്ങനെ പല പല കാര്യങ്ങൾ മുസ്ലിം നാമധാരി എന്ന് കേട്ടാൽ എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. സ്വന്തം മകളെ തന്നെ ഒരു മുസ്ലിം നാമധാരിക്ക് കൊടുത്തു. മുസ്ലിമിന്റെ ഐക്യം പ്രഖ്യാപിച്ചിട്ടും അതിന്റെ ഗുണം പിണറായി വിജയന് കിട്ടിയില്ല. അസംബ്ലിയിൽ കിട്ടി, പക്ഷേ പാർലമെന്റിൽ കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ മുസ്ലിങ്ങളെ വിട്ടു. ഇപ്പൊ പിടിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളിയെയും നാരായണ പണിക്കരെയുമാണ്. ഇന്നലെ വളരെ രസകരമായ ഒരു കാര്യം നടന്നു. ഇന്നലെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ നാരായണ പണിക്കരെ നമ്മുടെ സുകുമാരൻ നായർ കുറച്ച് പ്രായമൊക്കെ ആയതുകൊണ്ടായിരിക്കാം, സുകുമാര പണിക്കർ നോക്കിയപ്പോൾ വാസവന്റെ ഫോണാണ് മന്ത്രി. ഉടനെ അദ്ദേഹം എടുത്തിട്ട് തന്നെ പത്രസമ്മേളനത്തിൽ വെച്ച് തന്നെ പറയണം, വാസവനാ, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറയുന്ന അത് പത്രക്കാരെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. എല്ലാ ചാനലിലും അത് വന്നതാണ്. അപ്പോൾ ആരാണ് ഇപ്പോൾ NSSനെ നിയന്ത്രിക്കുന്നത്? CPM ആണ് എന്നുള്ളത് എല്ലാവർക്കും പച്ച പോലെയായി. ആരാണ് വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കുന്നത്? CPM ആണ് എന്നുള്ളത് വളരെ നിയന്ത്രണമായി, വളരെ വ്യക്തമായി പുറത്തു വന്നപ്പോൾ അതിശക്തമായ പൊളിറ്റിക്കൽ ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 100-ൽ നിന്നാലും 100-ലോ മിനിമം 100-ൽ നിൽക്കും സീറ്റ് കൂടാനാണ് കോൺഗ്രസിന് സാധ്യതയുള്ളത്. VD സതീശന്റെ ഗ്രാഫ് വല്ലാതെ ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നിലപാടിന് ന്യൂജന്റെ സപ്പോർട്ട് കിട്ടും. കാരണം പഴയ രാഷ്ട്രീയമല്ല. ഈ ന്യൂജനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന മതവും വർഗീയതയും അവർക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. അവർക്ക് ഒരു നന്മയുടെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ VD സതീശന്റെ ഒരു ലൈൻ കേരള രാഷ്ട്രീയത്തിൽ ബിസിനസ് ചെയ്യാൻ പോവുകയാണ്. അത് തന്നെയായിരിക്കും ഈ രാഷ്ട്രീയത്തിലെ ഗുലാൻ അല്ലെങ്കിൽ തുറപ്പ് ചീട്ടെന്ന് പറയുന്നത്. ഈ VD സതീശൻ എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ മതേതര കാഴ്ചപ്പാടും തന്നെ ആയിരിക്കും.